പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. ഏറെക്കാലമായി പലരും ആവശ്യപ്പെടുന്നതാണ് തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. പ്രകൃതി ചികിത്സയിൽ തൈറോയ്ഡ് രോഗം വേറെ, തൈറോയ്ഡിന് തന്നെ പലതരം രോഗം വേറെ വേറെ, കണ്ണിൻ്റെ രോഗം വേറൊരു രോഗം, ഹൃദയത്തിൻ്റെ രോഗം ഹൃദ്രോഗം, കരളിൻ്റെ രോഗം കരൾ രോഗം, വൃക്കയ്ക്ക് വേറെ രോഗം, അങ്ങനെ പല പല രോഗങ്ങളില്ല. അതെത്ര പറഞ്ഞാലും പലർക്കും മനസ്സിലാകത്തുമില്ല. അവർക്ക് പല പല രോഗങ്ങളാണ്. തലയുടെ വേദന ഒരു രോഗം, ചെവി വേദന വേറൊരു രോഗം, കണ്ണുവേദന മറ്റൊരു രോഗം, തൊണ്ടവേദനയായാലും തോൾ വേദനയായാലും മുട്ടുവേദനയായാലും റിസ്റ്റ് വേദനയായാലും വയറുവേദന, നടുവേദന, മുട്ടുവേദന, ഇതെല്ലാം വേറെ വേറെ വേദനകളും വേറെ വേറെ രോഗങ്ങളുമാണ് എന്നാണ് പാവങ്ങൾ ധരിച്ചിട്ടുള്ളത്. ശരീരം ഒന്നേ ഉള്ളൂ, ശരീരത്തിന് ഒറ്റ രോഗമേ ഉള്ളൂ. ശരീരം ഒന്നേ ഉള്ളൂ, ശരീരത്തെ നയിക്കുന്ന മനസ്സൊന്നേ ഉള്ളൂ, മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്ന ജീവൻ ഒന്നതേ ഉള്ളൂ. ആരോഗ്യം ഒന്നേ ഉള്ളൂ, ആരോഗ്യമില്ലായ്മ എന്ന അനാരോഗ്യവും ഒന്നേ ഉള്ളൂ. അനാരോഗ്യം കാരണം കണ്ണിന് പ്രവർത്തിക്കാൻ പ്രയാസമുണ്ട്, ചെവിക്ക് കേൾക്കാൻ പ്രയാസമുണ്ട്, ശബ്ദം വേണ്ടത്ര വരുന്നില്ല. അനാരോഗ്യം കാരണം ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. അനാരോഗ്യമുള്ളത് കൊണ്ട് കരളിനും അനാരോഗ്യം ബാധിച്ചിട്ടുണ്ട്, അതിൻ്റെ എൻസൈമുകളൊക്കെ മര്യാദയ്ക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല, ദഹനം ശരിക്കും നടത്താൻ സാധിക്കുന്നില്ല, മൂത്രം മര്യാദയ്ക്ക് കളയാൻ സാധിക്കുന്നില്ല, കാൽമുട്ടിൽ വേണ്ടത്ര അസ്ഥികോശങ്ങളെ കൊണ്ടുവന്ന് ആരോഗ്യത്തോടെ നിർത്താൻ സാധിക്കുന്നില്ല. ആരോഗ്യം കുറഞ്ഞു പോയത് കൊണ്ടാണ്, ആരോഗ്യം കുറഞ്ഞു പോയത് കൊണ്ടാണ് പലതരത്തിലുള്ള രോഗങ്ങളും. അത് രോഗങ്ങളല്ല, ഓരോരോ അവയവങ്ങളുടെയും പ്രവർത്തനം താഴേക്ക് വന്നപ്പോൾ, മന്ദിച്ചു പോയപ്പോൾ, മരവിച്ചു പോയപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ അഭാവമുണർത്തുന്ന പ്രശ്നങ്ങളെ രോഗങ്ങളെന്ന് വിളിച്ച് ടൺ കണക്കിന് സാഹിത്യങ്ങളുണ്ടാക്കി പലതരം മരുന്നുകളിറക്കി മെഡിക്കൽ ലോബിക്ക് നല്ലതാണ്. രോഗങ്ങൾക്ക് പല പല പേരിട്ട് പല പല മരുന്നുകൾ വിൽക്കുന്നതും പല പല ചികിത്സകൾ ചെയ്യുന്നതും മെഡിക്കൽ ലോബിക്ക് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങളുടെ ഒരു രോഗവും മാറത്തില്ല, ചികിത്സകൾ കൊണ്ടൊരു രോഗവും മാറില്ല, മരുന്ന് കൊണ്ടൊരു രോഗവും മാറില്ല. രോഗത്തിൻ്റെ കാരണത്തിലേക്ക് വന്ന് ആ കാരണത്തെ മാറ്റി ആരോഗ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയല്ലാതെ ഒരു വഴിയുമില്ല എന്ന് തിരിച്ചറിയണം. ഇത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആളുകൾക്ക് അവരനുഭവിക്കുന്ന അന്നേരത്തെ പ്രയാസത്തിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതാണ് ചിന്ത. ഇതെല്ലാം മൊത്തം ശരീരത്തിൻ്റെ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. മൊത്തം ശരീരത്തിൻ്റെ അനാരോഗ്യം കൊണ്ടാണ് തൈറോയിഡിന് പ്രവർത്തന താളപ്പിഴകൾ ഉണ്ടാകുന്നത്. ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം നേരെയാക്കുമ്പോൾ എല്ലാം നേരെ തന്നെ ശരിയായിക്കോളും, ഈ തൈറോയിഡും നേരെയായിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ മിണി പ്രയാസമാണ് മനസ്സിലാക്കാൻ. കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രകൃതി രീതിയിലൂടെ കുറേ സഞ്ചരിക്കുമ്പോൾ അത് ബോധ്യമാകും. അപ്പം അതുവരെ ചില കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ ധാരണയ്ക്കനുസരിച്ച് പറയാം. തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന് താഴെ മുൻവശത്ത് ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിലിരിക്കുന്ന കുഞ്ഞു ഗ്രന്ഥിയാണ്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് അതിൻ്റെ തൊഴിൽ. അതിൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിനോദത്തിന് പോകും, വിശ്രമിക്കും എന്നുള്ളൊരു അർത്ഥമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ സമർപ്പിതമായ പ്രവർത്തനം, ആ ഹോർമോണുകളാണ് നമ്മുടെ കോശങ്ങൾക്ക് എനർജി ഉണ്ടാക്കാൻ, ശക്തി ഉണ്ടാക്കാൻ, ശരീരത്തിൻ്റെ ഊഷ്മാവ്, ചൂട് നിലനിർത്താൻ, എന്ന് വെച്ചാൽ മെറ്റബോളിക് ഫങ്ഷൻ. ആ മെറ്റബോളിക് ഫങ്ഷൻ ശരിയായി നടക്കാൻ തൈറോയിഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആവശ്യമാണ്. തലച്ചോറ്, ഹൃദയം, മാംസപേശികൾ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ശരിയായി നടത്താനും തൈറോയിഡിൻ്റെ ഹോർമോൺ ആവശ്യമാണ്. ഈ ഹോർമോണുകൾ അധികമായാൽ എന്താണ് ചെയ്യുക, കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക?
ഈ ഹോർമോണുകൾ അധികമായാൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും ഹോർമോണുകൾ കുറഞ്ഞു പോയാൽ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയും. അതിൽ ഹൈപ്പർ തൈറോയിഡിസത്തെക്കുറിച്ച്, ഹോർമോണുകൾ കൂടി നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളൊന്നിൽ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ച്, നിരവധിയായി തൈറോയിഡിൻ്റെ രോഗങ്ങളുടെ പേരിട്ട് പറയുന്നതിനെക്കുറിച്ചൊക്കെ പറയാം. എന്തൊക്കെയാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിതമായ പ്രവർത്തനം കൊണ്ട് കൂടുതൽ തൈറോയിഡ് ഹോർമോണുകൾ ഉണ്ടായാൽ ശരീരത്തിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ? ഉത്കണ്ഠാരോഗം വരാം, അമിതമായ ആകാംക്ഷ, ആങ്സൈറ്റി, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം, കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ കഴിയാതെ വരിക, മുതിർന്നവർക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക, ക്ഷീണം, കഠിനമായ ക്ഷീണം ഉണ്ടാകുക, ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകാനുള്ള പ്രവണത, ഗോയിറ്റർ അല്ലെങ്കിൽ തൈറോയിഡ് നോഡ്യൂൾസ്, മുടികൊഴിച്ചിൽ, കൈകൾ വിറയ്ക്കൽ, ചൂട് സഹിക്കാനാവാത്തൊരവസ്ഥ, വിയർപ്പ് കൂടിയിരിക്കൽ, സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ, നഖം കൂടുതൽ കട്ടിയാകുകയും പൊട്ടിപ്പോകുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ, നെർവസ്നെസ് എന്ന് പറയുന്ന അസ്വസ്ഥത, ഹൃദയമിടിപ്പ് കൂടി, പാൽപിറ്റേഷൻ, ശരിയായി ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ, തൂക്കം കുറയൽ, അപൂർവമായി തൂക്കം കൂടലും ഉണ്ടാവാം. ഇങ്ങനെയുള്ള പലതരം തകരാറുകളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണാവുന്നത്. ഈ ഹൈപ്പർ തൈറോയിഡിസത്തെ തൈറോടോക്സിക്കോസിസ് എന്നും പറയാറുണ്ട്. പലതരം പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഓവർ ആക്റ്റീവ് തൈറോയിഡ്, ഗ്രേവ്സ് തൈറോയിഡ്, തൈറോയിഡൈറ്റിസ്, ടോക്സിക് ഗോയിറ്റർ, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് നോഡ്യൂൾസ്, ഹൈപ്പർ തൈറോയിഡിസം, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ പറയാറുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് കാരണം കൊണ്ടാണ് തൈറോയിഡ് ഗ്രന്ഥി ഓവർ ആക്റ്റീവ് ആകുന്നത്, ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് വരുന്നത്? ഗ്രേവ്സ് ഡിസീസ് കൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ പ്രതിരോധ ശക്തിക്ക്, രോഗപ്രതിരോധ സംവിധാനത്തിന് വരുന്ന തകരാറെന്നാണ് അർത്ഥം. പിന്നെ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവാം, അത് വൈറൽ ഇൻഫെക്ഷൻ ആവാം, പ്രസവം കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയിൽ ഉണ്ടാവാം. പിന്നെ ചില മരുന്നുകളും ഈ കുഴപ്പമുണ്ടാക്കാമെന്നും വൈദ്യശാസ്ത്രത്തിൽ വിശദീകരണമുണ്ട്. തൈറോയിഡ് ഹോർമോൺ കൂടുതൽ എടുക്കുന്നത് കൊണ്ടുണ്ടാവാം, തൈറോയിഡിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലും ക്യാൻസർ അല്ലാത്ത ചില മുഴകൾ വരുന്നത് കൊണ്ടുണ്ടാവാം, കോൺട്രാസ്റ്റ് ഡൈ കുത്തിയിട്ടുള്ള സ്കാനിങ്ങുകൾ കാരണം, പ്രത്യേകിച്ച് അയഡിനുള്ള കോൺട്രാസ്റ്റ് ഡൈ ആണെങ്കിൽ തൈറോയിഡിന് കേടുപറ്റാം. അങ്ങനെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. അയഡിൻ ധാരാളമുള്ള ഭക്ഷണം ധാരാളമായി കഴിച്ചാലും ഉണ്ടാകാം. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുക എന്നും ഈ ശാസ്ത്ര വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ചില മരുന്നുകളും ലാബ് ടെസ്റ്റുകളിലെ സ്കാനിങ്ങുകളുമൊക്കെ തൈറോയിഡിന് തകരാറുണ്ടാക്കാമെന്ന് പറയുമ്പോൾ കുറെ കൂടെ ആ ഭാഗങ്ങളും നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ വിധിയുടെ കാഠിന്യം കൊണ്ടാണോ തൈറോയിഡിന് കേടുവരുന്നത്, അതോ അയഡിൻ കൂടുതലുള്ള കോൺട്രാസ്റ്റ് ഡൈ കയറുന്നതാണോ, അയഡിൻ കൂടുതലുള്ള ഉപ്പ്, അയഡിൻ ഉപ്പാണോ ഈ കുഴപ്പം, പണ്ട് കാലത്തൊന്നും ഇല്ലാതിരുന്ന ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ചില മരുന്നുകളുടെ ഉപയോഗമാണോ? എന്താണ് യഥാർത്ഥ കാരണമെന്ന് വരികൾക്കിടയിലൂടെ കണ്ണോടിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അമിയോഡ്രോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഹൃദയത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നൽകുന്ന മരുന്നാണ്. അപ്പോൾ ഹൃദ്രോഗ മരുന്നുകൾ ഹൃദയത്തെ ആശ്വസിപ്പിക്കും, തൈറോയിഡിന് തകരാറുണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലിഥിയം മാനസിക രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നുകളും തൈറോയിഡിന് തകരാറുണ്ടാക്കുന്നുണ്ട്. ഇമ്മ്യൂൺ തകരാറുകൾക്ക്, ബ്ലഡുകളുടെ തകരാറുകൾക്ക് നൽകി വരുന്ന സൈറ്റോകിൻസ്, അതേപോലെ ഇൻറ്റർഫെറോൺ, റേഡിയേഷനുകൾ, ഇതെല്ലാം തൈറോയിഡ് ഗ്രന്ഥിക്ക് തകരാറുകൾ ഉണ്ടാക്കുന്നവയായിട്ട് അറിയപ്പെടുന്നവയാണ്. ഇവയിൽ ചിലത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുമ്പോൾ ചിലത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കുന്നു. ഹൈപ്പർ തൈറോയിഡിസം കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് വീഴുന്നു. നല്ലൊരു ശതമാനവും തൈറോയിഡിൻ്റെ തകരാറുകൾ
അയഡിൻ ലോഡ് കൂടുന്നത് കൊണ്ട് ഭക്ഷണത്തിലൂടെ ഉപ്പിലൂടെ മരുന്ന് തീറ്റിക്കാൻ തുടങ്ങിയപ്പോൾ, അതല്ലാതെ മരുന്നുകൾ കഴിക്കുമ്പോൾ, റേഡിയേഷൻ നടത്തുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൈപ്പർ തൈറോയിഡിസത്തിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മരുന്നുകളാണ് നൽകി വരുന്നത്. പ്രൊപ്പൈൽ തയോയൂറാസിൽ, ഇതാണ് ഒരു മരുന്ന്. മെത്തിമസോൾ എന്ന് പറയുന്ന വിഭാഗമാണ് മറ്റൊരു മരുന്ന്. നോർത്തിക്സ്, സപ്പാസോൾ, ഇങ്ങനെ 2 ബ്രാൻഡുകളാണ് മെത്തിമസോളിനുള്ളത്. ആ മരുന്നുകൾ കഴിച്ചാൽ അതിന് വരാനിടയുള്ള ചില തകരാറുകൾ, അതിൻ്റെതായ ദോഷഫലങ്ങൾ, അഗ്രാനുലോസൈറ്റോസിസ്. എന്താണ് അഗ്രാനുലോസൈറ്റോസിസ്? ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്ന രക്തഘടകത്തിൻ്റെ അഭാവമുണ്ടാക്കലാണ്, കുറയ്ക്കലാണ്. അതോടെ ഇമ്മ്യൂണിറ്റി പവറിനാണ് തകരാറ് വരിക. തൈറോയിഡിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് കഴിക്കുന്ന മരുന്ന് ശരീരത്തിൻ്റെ മൊത്തം രോഗപ്രതിരോധ ശ്രമങ്ങളെയും തകർക്കുമെന്നർത്ഥം. അപ്ലാസ്റ്റിക് അനീമിയ, തലകറക്കം, ഉന്മേഷക്കുറവ്, മുടികൊഴിച്ചിൽ, തലവേദന, കരളിൽ വിഷബാധ, കുരുക്കൾ പൊങ്ങൽ, വാസ്കുലൈറ്റിസ്, പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയൽ, മുറിഞ്ഞു കഴിഞ്ഞാൽ പശ വെച്ചൊട്ടിക്കാൻ വരുന്ന പ്ലേറ്റ്ലെറ്റുകളൊക്കെ കുറഞ്ഞാൽ ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്ന പോലെ ഇരിക്കും. ഒരു റോഡപകടത്തിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. ഒരു മുറിവുണ്ടായാലും മരണസാധ്യത കൂടുതലാണ്. അതിനെ ത്രോംബോസൈറ്റോപെനിയ എന്ന് പറയും. മാംസപേശികളിലും സന്ധികളിലും വേദന, ഓക്കാനം, ഛർദി, നാഡീഞരമ്പുകളുടെ വേദന, കൈകാലുകൾ പെട്ടെന്നിങ്ങനെ തുടിക്കുന്ന പോലെ, മരവിപ്പ്, വെർട്ടിഗോ, അസാധാരണമായ തലകറക്കം, സ്റ്റൊമക്ക് അപ്സെറ്റ്, വയറ് സുഖമല്ലാതെയാവൽ, നീര്, അതേപോലെ അപൂർവമായി കണ്ണുകൾ മഞ്ഞയാവുക, ത്വക്ക് മഞ്ഞയാകുക. കരളിന് കേടുപറ്റിയതിനെ തുടർന്നാണ്, ഗുരുതരമാണ് അവസ്ഥ. മൂത്രം, കറുത്ത മൂത്രം, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്നർത്ഥം, ഗുരുതരമാണ്. വളരെ കഠിനമായ വയറുവേദന, വിട്ടുമാറാതെ ഓക്കാനവും ഛർദിയും, മൂത്രത്തിന്റെ അളവ് വളരെ കൂടുതൽ. ഇനി പ്രൊപ്പൈൽ തയോയൂറാസിൻ, അതിന്റെ ബ്രാൻഡുകൾ പ്രൊപ്പാസിൽ, പ്രൊപ്പൈൽ തയോയൂറാസിൽ, പ്രൊതൈറാൻ, തൈറോസ്റ്റാറ്റ്, അങ്ങനെയുള്ള ചില മരുന്നുകളുമുണ്ട്. ഞാൻ ഈ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കൂടിയും കുറഞ്ഞുമായി ഇതിനുമുണ്ട്. ഇനി ഹൈപ്പറായി പ്രവർത്തിക്കുന്ന, അമിതമായി പ്രവർത്തിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ നേരെ മരുന്നുകൾ ഇട്ടുകൊടുത്ത് നേരെയാക്കാൻ നോക്കി, എന്നിട്ടും നേരെയായില്ല എങ്കിൽ മന്ത്രമോദിക്കഴിഞ്ഞ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും ഒഴിഞ്ഞു പോയില്ല എങ്കിൽ മന്ത്രവാദിക്ക് ദേഷ്യം വരും, വടിയെടുത്ത് അടി തുടങ്ങും. ഇവിടെ വിഷമരുന്നുകൾ പലതിട്ട് കൊടുത്തിട്ടും വിഷപ്രയോഗം നടത്തിയിട്ടും തൈറോയിഡ് മര്യാദ പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ അപ്പാത്തിക്കിരി കത്തിയെടുക്കും, കഴുത്ത് കണ്ടിച്ച് തൈറോയിഡിനെ വലിച്ചു പറിച്ച് ചവറ്റുകൊട്ടയിലിടും. സർജറി. അങ്ങനെ ഒരു തൈറോയിഡ് സർജറിയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ സർജറിക്ക് ശേഷം ജീവിതകാലം മുഴുവൻ നിങ്ങൾ തൈറോയിഡ് ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കണം. മരുന്ന് കമ്പനിയുടെ അടിമയായി സിന്തറ്റിക് തൈറോയിഡ് ഹോർമോൺ കിട്ടും. അതെങ്ങനെ ശരീരം പുറപ്പെടുവിക്കുന്ന തൈറോയിഡ് ഹോർമോൺ പോലെ ആവാനാണ്? അതിന് നിരവധി തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകും. സർജറിയെ തുടർന്ന് സർജറി ചെയ്ത ഒരു പാട്, സ്കാറ് കാണുന്നവർക്കൊക്കെ കഴുത്ത് മുറിച്ചയാളാണ്, ആത്മഹത്യക്ക് നോക്കിയതാണോ ഇല്ലയോ എന്ന് സംശയം വരുന്ന രീതിയിൽ അത് വരും. ശബ്ദത്തിൻ്റെ സൗകുമാര്യം അങ്ങ് പോകും, പരിവരുത്തതാകും. തൈറോയിഡ് ഗ്രന്ഥിയുടെ അടുത്ത് തന്നെയുള്ള പാരാതൈറോയിഡ് ഗ്രന്ഥിക്കും കേടുപറ്റാനിടയുള്ളത് കൊണ്ട് കാൽഷ്യത്തിൻ്റെ അളവങ്ങ് കുറയും. ഭക്ഷണം കഴിച്ചാലും അതിൽ നിന്ന് കാൽഷ്യം എടുക്കാൻ കഴിയാതെ വരും. അതേ തുടർന്ന് ശരീരത്തിന് നിരവധി തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ഹൈപ്പർ തൈറോയിഡിസത്തിൽ നിന്ന് തൈറോയിഡ് ഗ്രന്ഥിയെ എടുത്തു കളയുമ്പോൾ നേരെ നിങ്ങൾ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് വീഴും. ഇതൊക്കെയാണ് സർജറിയുടെ ദോഷഫലങ്ങൾ. എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ സംഭവിക്കണേ. അപ്പോൾ എന്താണ് പ്രകൃതി രീതിയിൽ തൈറോയിഡിൻ്റെ, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പരിഹാരം? ഒന്ന്,
പ്രകൃതി ജീവനത്തിൽ തൈറോയിഡിൻ്റെ തകരാറായാലും അത് ഹൈപ്പർ ആയാലും ഹൈപ്പോയായാലും ഹാഷിമോട്ടോയായാലും ടോക്സിക് തൈറോയിഡ് ആയാലും പ്രകൃതി രീതിയിൽ അതിനിടയാക്കിയ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ കാരണങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ടോക്സിസിറ്റി തന്നെയാണ്, വിഷസാധനങ്ങൾ തന്നെയാണ് തൈറോയിഡിനെ അമിതമായി പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കുന്നത്. അവിടെ ഇമ്മ്യൂൺ സെല്ലുകൾ, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുടെ കോശങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയെ തിന്നുകളയുന്നു, ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള അബദ്ധ സാഹിത്യങ്ങൾ വിളമ്പുന്നുണ്ട് പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രം. തെറ്റാണ്, അസംബന്ധമാണ്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ അവയവങ്ങളെ നശിപ്പിക്കില്ല, നല്ല കോശങ്ങളെ നശിപ്പിക്കില്ല. തെറ്റായ ആഹാര സാധനങ്ങൾ കൊണ്ട് നിർമ്മിതമായതിനെ നശിപ്പിച്ചു എന്ന് വരാം. ചില മരുന്നുകൾ ചെന്നിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വട്ടുപിടിച്ചു പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതിൻ്റെ കുറ്റം രോഗപ്രതിരോധ കോശങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കാരണത്തിലേക്ക് വന്ന് കാരണങ്ങൾ നീക്കണം. ഇന്ന് ഹൈപ്പർ തൈറോയിഡിസം നമ്മുടെ നാട്ടിൽ പടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയഡിൻ ഉപ്പാണ്. മാർട്ടിൻ ഡെയിൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റിൻ്റെ 44-ാമത്തെ എഡിഷൻ 1522-ാമത്തെ പേജിലാണ് അയഡിനെ കുറിച്ച് പറയുന്നത്. അയഡിൻ അധികമായി ശരീരത്തിലെത്തിയാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകൾ, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഗോയിറ്റർ ഉണ്ടാക്കും, സന്ധികളിൽ നീർക്കെട്ടും പനിയും ഉണ്ടാക്കും, ഇംപൊട്ടൻസി ഉണ്ടാക്കും. വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് മാർട്ടിൻ ഡെയിൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസിൽ. ദി റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലാണത് പറയുന്നത്. അയഡിൻ ഉപ്പ് ഗുണത്തേക്കാൾ ഏറെ ദോഷവും മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് വളരെയേറെ ഗുണവുമാണ് നൽകുന്നത്. ജനങ്ങളെ മുഴുവൻ രോഗികളാക്കിക്കൊണ്ട് ആശുപത്രികൾ നിറച്ചു കൊടുക്കുകയാണ് അയഡിൻ ഉപ്പ്. പിന്നെയുള്ളത് സ്കാനിങ്ങുകളാണ്. ഞാനത് നേരത്തെ പറഞ്ഞു. നല്ലൊരു ശതമാനം മരുന്നുകൾ, ഇവരീ പറയുന്ന മരുന്നുകളൊന്നുമല്ല, അല്ലാതെയും മരുന്നുകൾ ധാരാളമുണ്ട് തൈറോയിഡിനെ നശിപ്പിക്കുന്നവയായിട്ട്. എന്താണ് പ്രകൃതി പരിഹാരങ്ങൾ? ശരീരത്തെ ശുദ്ധമാക്കുക. തൈറോയിഡിസത്തിൻ്റെ അത് ഹൈപ്പർ ആവട്ടെ ഹൈപ്പോയാവട്ടെ മറ്റേതുമാവട്ടെ, ആ തകരാറുകൾക്ക് തൈറോയിഡിനെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല, തൈറോയിഡിൻ്റെ പുറത്ത് ഗുസ്തി പിടിച്ചിട്ടും കാര്യമില്ല. കാരണം തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഗ്രന്ഥികൾ മേളിൽ വേറെ ഇരിപ്പുണ്ട്. അവരുടെ തകരാറുകളും തൈറോയിഡിൻ്റെ തകരാറുകളായി മാറാം. പടിഞ്ഞാറൻ വൈദ്യ കച്ചവടക്കാർ കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളൊരു സത്യമാണത്. ഹൈപ്പോതലാമസ് ഗ്രന്ഥിയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമാണ് യഥാർത്ഥത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത്. ഈ 2 ഗ്രന്ഥികൾക്കും തകരാറ് പറ്റിയാലും തൈറോയിഡിൻ്റെ തകരാറുകളിലേക്ക് വരാം. ഈ 2 ഗ്രന്ഥികളും അല്ലെങ്കിൽ ഈ 3 ഗ്രന്ഥികൾക്കും തകരാറ് വരാൻ എന്ത് കാരണം? അത് ഇൻഫെക്ഷൻ ആകാം, പ്രധാനമായിട്ടും ഇൻഫ്ലമേഷൻ, തെറ്റായ ഭക്ഷണപാനീയങ്ങൾ, അവയുണ്ടാക്കുന്ന pH ലെവൽ മാറിക്കിടക്കുന്ന, HP ലെവൽ വേണ്ടതുപോലെ ഇല്ലാത്ത, അയൺ വേണ്ടതുപോലെ ഇല്ലാത്ത, കാൽഷ്യം വേണ്ടതുപോലെ ഇല്ലാത്ത തെറ്റായ രീതിയിലുള്ള രക്തം. ശരീരശുദ്ധി നടക്കണം, മരുന്ന് വിഷങ്ങൾ കടക്കാതിരിക്കണം. പ്രിസർവേറ്റീവുകളും ആസിഡ് റെഗുലേറ്ററും ഡൂഫ് കണ്ടീഷണറും അതുപോലുള്ള കെമിക്കലുകൾ ചേരാത്ത ശരിയായ ഭക്ഷണപാനീയങ്ങളിലേക്ക് വരണം. പഞ്ചസാരയും മൈദയും വനസ്പതിയുമെല്ലാം ചവിട്ടിപ്പുറത്താക്കണം. പാചകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. കാർബോഹൈഡ്രേറ്റിനേക്കാളും പ്രോട്ടീൻ ഭക്ഷണ സാധനങ്ങളും കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങളും വരണം.
തേങ്ങയും അവക്കാഡോ പോലുള്ള പഴങ്ങളും കൊഴുപ്പിന്റെ അഭാവം പരിഹരിക്കുമ്പോൾ മുളപ്പിച്ച ചെറുപയറും കപ്പലണ്ടിയും എള്ളും കടലയും ബദാമും കശുവണ്ടിപ്പരിപ്പും ഫ്ലാക്സീഡും വാൾനട്ടുമെല്ലാം നിങ്ങളുടെ കാശനുസരിച്ച് വാങ്ങി ഭക്ഷണത്തിൽ ചേർക്കണം. ചെറുപയറും കടലയും എള്ളുമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി മുളപ്പിക്കാൻ വലിയ ചെലവൊന്നുമില്ലല്ലോ. കപ്പലണ്ടി വറുത്ത് തിന്നുന്നതിന് പകരം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാൻ തയ്യാറാവണം. പഴങ്ങൾ ധാരാളമാവണം. ശരീരശുദ്ധിക്ക്, ആന്തരികമായ കുളിക്ക് പഴങ്ങളും കരിക്കൻ വെള്ളവും തേങ്ങ വെള്ളവും നാരങ്ങ വെള്ളവും പച്ചവെള്ളവുമെല്ലാം നന്നായി കുടിക്കണം. വെയിലേൽക്കണം. വെയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇളം വെയിലും പോക്കുവെയിലും മലബന്ധമുള്ളത് മാറ്റണം. വിവേകപൂർവം ഉപവാസങ്ങളാവാം ശരീരത്തിൻ്റെ അസാധാരണമായ കഴുകി ശുദ്ധിയാക്കലിന്. ഒട്ടും വേവിക്കാത്ത ഭക്ഷണം, പഴങ്ങളും പച്ചക്കറികളും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തതും ഏതാനും നാളുകൾ തുടർച്ചയായി കഴിക്കുകയും മറ്റൊന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ നമുക്ക് നേരെയാക്കി കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളെ ദ്രോഹിക്കണമെന്ന് തൈറോയിഡിന് യാതൊരു അധമചിന്തയും ഇല്ലല്ലോ. അതിനെ നിങ്ങൾ ദ്രോഹിച്ചതാണ്. യോഗയിൽ സൂര്യ നമസ്കാരം, ശ്വസനക്രിയകൾ, വിപരീതകരണി, സർവാംഗാസനം, ഹലാസനം ഒന്നാന്തരമാണ്. മയൂരാസനം അതുപോലുള്ള ആസനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ കഴിവനുസരിച്ച് വിവേകപൂർവം ചെയ്യുക കൂടെ ചെയ്താൽ തൈറോയ്ഡ് തകരാറ് 1, 2, 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. എത്രയോ പേരാണ് തൈറോയിഡിൻ്റെ തകരാറുമായി നേച്ചർ ലൈഫിൽ വന്ന് സുഖപ്പെട്ടു പോകുന്നത്. പ്രമേഹം മാറാൻ ഞങ്ങൾക്ക് 2 ആഴ്ച മതി താമസമെങ്കിൽ തൈറോയിഡ് തകരാറിന് 1 മാസം വരെ എടുക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് ചിട്ടയായി കുറച്ച് നാളുകൾ അവർ പ്രകൃതി രീതി തുടരുകയും ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മറുപടികൾ നൽകാം. അടുത്ത ഒരാഴ്ച മറുപടികൾക്കായി ശ്രദ്ധിക്കാം. അടുത്ത ദിവസങ്ങളിൽ ഹൈപ്പോതൈറോയിഡിസം, ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ തന്നെ വിവേകപൂർവം ചെയ്താൽ മതി. രോഗമേ ഒന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചികിത്സയും ഒന്ന്. ഏതായാലും അതിനെക്കുറിച്ചും വിശദമായി പറയാം. കഴിയുന്നത്ര ലൈക്ക് ചെയ്തും കമൻറ്റുകൾ എഴുതിയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തും ജനകീയമായ ഈ ആരോഗ്യ പ്രവർത്തനത്തെ സഹകരിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നേച്ചർ ലൈഫ് സെൻറ്റർ ഒന്ന് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.